25 വേദികളിലായി 249 ഇടങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. 19 സബ് കമ്മിറ്റികൾ ഉണ്ട്. ഓരോ കമ്മിറ്റിക്കും DEOമാര്, AIOമാര്, സൂപ്രണ്ടുമാർ, എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സൂപ്രണ്ടുമാർ എന്നിവർക്ക് അധിക ചുമതല നൽകിയിട്ടുണ്ട്. ഇത് കൂടാതെ 25 വേദികളിലും ഓവറോൾ ഒരു ചുമതല എന്നുള്ളതിലെയും ഡെപ്യൂട്ടി ഡയറക്ടർമാർ, RDDമാർ, JDമാർ, AIOമാർ, DEOമാർ, ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഉദ്യോഗസ്ഥന്മാർ അവർക്കെല്ലാം ചുമതല കൊടുത്തിട്ടുണ്ട്. വേദികൾക്ക് ഞങ്ങൾ വേദി 1 സൂര്യകാന്തി, പൂക്കളുടെ പേരാണ് ഇട്ടിരിക്കുന്നത് എല്ലാ വേദികൾക്കും. വേദി 2 പാരിജാതം, 3 നീലക്കുറിഞ്ചി, പവിഴവല്ലി 4, ശംഖുപുഷ്പം 5, വേദി 6 ചെമ്പകം, 7 മന്ദാനം, 8 കനകാംബരം, 9 ഉൽമോഹൻ, ചെമ്പരന്തി 10, കർണികാരം, നിത്യകല്യാണി 12, പന്നീർപ്പൂ 13, നന്ദ്യാർവട്ടം 14, ഡാലിയ 15, വാടാമല്ലി 16, മുല്ലപ്പൂ 17, ആമ്പൽപ്പൂ 18, തുമ്പപ്പൂ 19, കണ്ടാന്തള്ളി 20, പിച്ചകപ്പൂ 21, ജമന്തി 22, തെച്ചിപ്പൂ 23, താഴാപ്പൂ 24. ചെണ്ടുമല്ലി 25. 9-ാം തീയതി ലഹരിക്കെതിരെ നമ്മുടെ തേക്കൻകാട് മൈതാനം റൗണ്ട് എക്സിബിഷൻ ഗ്രൗണ്ട് ചുറ്റി ഒരു വിദ്യാർത്ഥികളുടെ കൂട്ടായ്മ, മനുഷ്യച്ചങ്ങല എന്നുകൊണ്ട് പറയാം, കുട്ടികളുടെ ചങ്ങല പ്രതിരോധ ശൃംഖല സൃഷ്ടിക്കുകയാണ്. 10,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. അതിൽ നിന്ന് സ്വർണ്ണക്കപ്പ് തൃശ്ശൂർ ജില്ലയിൽ പ്രവേശിച്ചാൽ 13 അസംബ്ലി മണ്ഡലങ്ങളിലും 12-13 തീയതികളിലായി, ജനുവരി മാസം 12-13 തീയതികളിലായി സഞ്ചരിച്ച് 13-ാം തീയതി വൈകുന്നേരം 3:30 ഇവിടെ നഗരത്തിൽ എത്തിച്ചേരും. 1000-ഓളം വരുന്ന കുട്ടികൾ SPC, NCC, NSS, സ്കൗട്ട് കുട്ടികൾ ഉൾപ്പെടെ ബാൻഡ് മേളത്തോടുകൂടി അതിനെ സ്വീകരിക്കും. ഓരോ മത്സര കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളും അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം ചേർത്തുകൊണ്ടുള്ള കമ്മിറ്റികൾ രൂപീകരിക്കും. അത് മത്സരവേദിയിൽ രൂപീകരിക്കും, അക്കോമഡേഷൻ സെന്റേഴ്സിലും രൂപീകരിക്കും. എല്ലാ കേന്ദ്രങ്ങളും പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. വനിതാ പോലീസും പുരുഷ പോലീസും ഷാഡോ പോലീസും ഒക്കെ തന്നെ ഉണ്ടായിരിക്കും. ഇന്നത്തെ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും വരുന്നതിനും ഒക്കെ എല്ലാ സ്കൂളുകളുടെയും വാഹനങ്ങൾ നൽകാമെന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. സ്റ്റാഫ് യോഗങ്ങൾ എല്ലാ സ്കൂളുകളിലും ചേരുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ശുചിമുറി, ടോയ്ലറ്റ് സംവിധാനങ്ങൾ വൃത്തിയുള്ളതും ആവശ്യത്തിന് ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ സൂചിപ്പിച്ചതുപോലെ വാട്ടർ അതോറിറ്റി, പോലീസ്, വൈദ്യുതി വകുപ്പ് യോഗം ചേരാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ നിലയിൽ ഉള്ള എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതുവരെ നടന്ന കാര്യങ്ങളാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്.
ഉദ്ഘാടന സമ്മേളനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ചെയർമാൻ ശ്രീ രാജൻ സ്വാഗതം പറയും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയായിരിക്കും. മന്ത്രിമാർ, MLA മാർ, MP മാർ തുടങ്ങിയവരെല്ലാം അതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ തലസ്ഥാന തൃശ്ശൂരിലെ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖരെ ഞങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നുണ്ട്. അതിന്റെ പ്രവർത്തനവും നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. 64ാമത് സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായി രാവിലെ 8:30 മണിക്ക് പതാക ഉയർത്തി കഴിഞ്ഞാൽ തുടർന്ന് ശ്രദ്ധേയമായിട്ടുള്ള ഒരു മേളത്തോടു കൂടി നമ്മുടെ പരിപാടികൾക്ക് തുടക്കം കുറിക്കും. 10 മണിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളിലൂടെ പറഞ്ഞു കഴിഞ്ഞു. ഫിക്സർ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ട്. കൃത്യസമയത്ത് തന്നെ എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളിലും നടന്നു പോകുന്നതിന് വേണ്ടിയുള്ള സൗകര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ മുമ്പിലുള്ള വലിയ പ്രത്യേക പന്തൽ തയ്യാറാക്കിയിട്ടാണ് ഭക്ഷണ നടപടിക്രമങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. 20,000-ഓളം പേർക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരും എന്നാണ് പ്രാഥമികമായിട്ട് നമ്മൾ കരുതുന്നത്. 10,000 പേർ രാവിലെയും രാത്രിയും ഭക്ഷണം കഴിക്കാനുണ്ടാകും എന്ന് സംഘാടക സമിതി കരുതുന്നുണ്ട്. ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ വിഭാഗം ആളുകളുമായിട്ട് മന്ത്രി കൂടിയാലോചന നടത്തിയത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള അനുഭവമായി. ഓട്ടോറിക്ഷ തൊഴിലാളികൾ തന്നെ കുറച്ച് വണ്ടികളെങ്കിലും അവർ സൗജന്യമായി പ്രത്യേകിച്ച് പാർട്ടിസിപ്പൻസിനെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുവദിക്കാം, അല്ലെങ്കിൽ അവർ അങ്ങനെയൊരു സഹായം ലഭ്യമാക്കാമെന്ന് അറിയിച്ചു. എല്ലാ വിധത്തിലുള്ള നടപടിക്രമങ്ങളും പോലീസാണെങ്കിൽ നേതൃത്വം നൽകിക്കൊണ്ട് ഓട്ടോ 40 എണ്ണം പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ ഉള്ളവർക്ക് ഒറ്റയ്ക്ക് ചില സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ഭീതി കൂടിയുള്ള ഘട്ടങ്ങളുണ്ടെങ്കിൽ അത് നോക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. പോലീസിന് വളരെ കൃത്യമായിട്ടുള്ള ഒരു സംവിധാനം ലോ ആൻഡ് ഓർഡർ കമ്മിറ്റി ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. 24 വേദികളിലും ആംബുലൻസ്, അതുമായി ബന്ധപ്പെട്ട ആരോഗ്യ ഘട്ടത്തിന്റെ സഹായങ്ങൾ, വെള്ളം, കുടിവെള്ളം ഉൾപ്പെടെയുള്ള മറ്റ് സംവിധാനങ്ങളെല്ലാം കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന വിധത്തിൽ 19 കമ്മിറ്റികൾ കൃത്യമായ തയ്യാറെടുപ്പുകളോട് കൂടിയിട്ടാണ് ഈ പരിപാടിക്ക് നേതൃത്വം നൽകുന്നത്. 12, 13 തീയതികളിൽ നമ്മുടെ ജില്ലയിൽ സ്വർണ്ണക്കപ്പ് പര്യടനം നടത്തും. 13-ാം തീയതി വൈകുന്നേരം ടൗൺ ഹാളിലേക്കായിരിക്കും ഈ സ്വർണ്ണക്കപ്പിനെ സ്വീകരിച്ച് ആനയിക്കുക. 13-ാം തീയതി വൈകുന്നേരം ഏതാണ്ട് 3:30 മണിക്ക് കൂടി പഴയടത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ ഭക്ഷണപുരയിലെ അടുപ്പിൽ പാലുകാച്ചൽ ചടങ്ങോടുകൂടി ഭക്ഷണത്തിന്റെ തയ്യാറെടുപ്പുകളും ആ വിധത്തിൽ ആരംഭിക്കും. നമുക്ക് മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ടുള്ള ബാഡ്ജും അതിനാവശ്യമായിട്ടുള്ള മീഡിയകൾക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്റ്റോളുകളും നൽകുന്നതിന് വേണ്ടി ഇന്നാണ് അവസാനത്തെ തീരുമാനിച്ചത്. അടുത്ത ദിവസം മീഡിയയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയിട്ടുള്ള കോർ കമ്മിറ്റി തന്നെ അത് നറുക്കെട്ടെടുത്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ കൊണ്ടുവരാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കും. അതൊക്കെ അടക്കം വളരെ ശ്രദ്ധേയമായ വിധത്തിലുള്ള കലോത്സവ പരിപാടികളാണ് ഇപ്പോൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. തൃശ്ശൂരിന്റെ മേളവും പുലിക്കളിയും ഒക്കെ കുട്ടികൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നഗരത്തിന്റെ ചുറ്റുമുള്ള 20 സ്കൂളുകളിലായിട്ടാണ് എല്ലാവർക്കും അക്കോമഡേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. അവിടെ പ്രത്യേകമായി 20 സ്കൂളുകളിലും പ്രത്യേകമായിട്ടുള്ള PTA യോഗങ്ങൾ ചേർന്ന് അതത് സ്ഥലത്ത് രൂപീകരിക്കപ്പെടുന്ന കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കുട്ടികളെ വരവേൽക്കാനുള്ള സൗകര്യം ഉണ്ടാകും. 13-ാം തീയതി ആദ്യ ബാച്ചിന് ഇവിടെ എത്തിച്ചേരുന്ന ആദ്യ ബാച്ചിന് റെയിൽവേ സ്റ്റേഷനിൽ പ്രത്യേകമായിട്ടുള്ള സ്വീകരണം നമ്മൾ നൽകും. തുടർന്ന് റെയിൽവേ സ്റ്റേഷനിലും KSRTC 24 മണിക്കൂറും ഉപയോഗിക്കാവുന്ന ഹെൽപ്പ് ഡെസ്കുകൾ അതിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നടപടികളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ അപേക്ഷ അല്ലെങ്കിൽ അഭ്യർത്ഥന അല്ലെങ്കിൽ നിർദ്ദേശം പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് റിസൾട്ട് എപ്പോഴാണോ അവതരിപ്പിക്കുന്നത് അതേ സമയത്ത് തന്നെ സൈറ്റിൽ ആ റിസൾട്ട് ആ നിമിഷം തന്നെ കിട്ടാവുന്ന വിധത്തിലുള്ള സാങ്കേതികമായ സംവിധാനങ്ങളും ഈ കൈറ്റിന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു മാധ്യമത്തിന് ആദ്യം കിട്ടി ഒരു മാധ്യമത്തിന് കിട്ടാതെ പോയി എന്ന പ്രശ്നം ഉണ്ടാകില്ല. മാധ്യമ പ്രവർത്തകരുമായി നടത്തിയിട്ടുള്ള ഒരാശയവിനിമയം പ്രസ് ക്ലബിൽ വെച്ച് തന്നെ ഞങ്ങൾ എല്ലാവരെയും നേരിട്ട് കേട്ടു. അവരുടെ എല്ലാ അഭിപ്രായങ്ങളും തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു നടപടിക്രമമാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. എല്ലാവരുടെയും നല്ല സഹകരണം ഉണ്ടാകണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ
ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ 13-ാം തീയതി വരെ 12-ാം തീയതി വരെ നമ്മൾ മാത്രമായിരിക്കും ഇവിടുത്തെ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക. 12-ാം തീയതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അതിഥികളുണ്ടാകും. വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, വിവിധ ബ്യൂറോകളിൽ നിന്ന് ആളുകൾ എത്തിച്ചേരും. നിങ്ങളുടെ പൊതുവായിട്ടുള്ള ആളുകൾ എത്തിച്ചേരും. അവർക്ക് പലതരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകും, അവർക്ക് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകും, സംശയങ്ങൾ ഉണ്ടാകും. അതിന് മറുപടി കൊടുക്കേണ്ട ചുമതല ഞങ്ങൾക്കല്ല, സംഘാടക സമിതിയുടെ ഭാരവാഹികളായിട്ടുള്ള നിങ്ങൾക്ക് തന്നെയാണ് എന്ന ധാരണയോടുകൂടി നമ്മുടെ സംഘാടക സമിതിയുടെ ഒരു സേഫ് ഗാർഡായി തൃശ്ശൂരിലെ മാധ്യമ പ്രവർത്തകർ ആതിഥേയർ എന്ന നിലയിൽ പങ്കെടുക്കണം എന്നാണ് പ്രധാനമായിട്ടും അഭ്യർത്ഥിക്കാനുള്ളത്. സാംസ്കാരിക തലസ്ഥാനവും പൂരണകരിയുമെല്ലാമായ സംഘടിപ്പിക്കപ്പെടുമ്പോൾ അതിന്റെ എല്ലാ ഗരിമയോടും കൂടി വളരെ ഗംഭീരമായ നിലയിൽ എല്ലാ വിശദാംശങ്ങളും സംഘടിപ്പിക്കുന്നതിന് സംഘാടക സമിതി സജ്ജമായിട്ടുണ്ട്. ഇന്നലെയും ഇന്നുമായി നിരവധി യോഗങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്തത്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇന്ന് 9 മണി മുതൽ വിവിധ യോഗങ്ങളെ അഭിസംബോധന ചെയ്ത ഈ വിശദാംശങ്ങളാകെ അവരെ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് തന്നെ സൂചിപ്പിക്കപ്പെട്ടു. ധാരാളിത്തം ഒഴിവാക്കി വളരെ മിതത്വത്തോടു കൂടി, എന്നാൽ ഏറ്റവും വിദ്യാർത്ഥി സൗഹൃദപരമായി ആർക്കും ഒരു പ്രയാസവും ബുദ്ധിമുട്ടും ഇല്ലാത്ത വിധത്തിൽ ഈ ഈ കലോത്സവം സംഘടിപ്പിക്കുന്നതിന് വേണ്ട എല്ലാ ഒരുക്കങ്ങളും അതിന്റെ പൂർത്തീകരണ ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. അവിസ്മരണീയമായ ഒരു അനുഭവമായി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏവർക്കും ഈ കലോത്സവത്തെ മാറ്റി തീർക്കാനുള്ള സഹായ സഹകരണങ്ങളാണ് മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. യാതൊരു വിധത്തിലുള്ള വിവാദങ്ങൾ ഇല്ലാത്ത വിധത്തിൽ ഇത് കൂട്ടായ്മയോടുകൂടി സംഘടിപ്പിക്കുന്നതിന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഭാവിയിലേക്ക് എന്തെങ്കിലും കുട്ടികൾക്ക് നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്യുന്നത്. വ്യത്യസ്തമായ നിലയിലുള്ള ഒരു കലോത്സവമായി ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടട്ടെ. കഴിഞ്ഞ വർഷത്തെ സ്വർണ്ണക്കപ്പ് ജേതാക്കളാണ്. ആ ഒരു ആവേശവും ഊർജവും നമുക്ക് ഈ സംഘാടന വേളയിലുമുണ്ട്. അപ്പോഴൊപ്പം ഉണ്ടാകണം എന്ന് സവിനയം സംഘാടക സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുന്നു. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.